ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഒരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഗാസയിലെ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നാണ് ബ്രിട്ടൻ പറയുന്നത്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഉയർന്നിരുന്നു. ഇപ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഒരു ശക്തമായ മുന്നറിയിപ്പാണ് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ആക്രമണങ്ങൾ നിർത്തിയില്ലെങ്കിൽ പാലസ്തീനെ ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രഖ്യാപനം ഇസ്രയേലിന് വലിയൊരു തിരിച്ചടിയാണ്. കാരണം പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുക എന്നത് ഇസ്രയേലിന്റെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും എതിരാണ്. പക്ഷേ ഈ നീക്കത്തിന്റെ തുടക്കം ബ്രിട്ടൻ അല്ല. ആദ്യം ഈ ആശയം മുന്നോട്ട് വച്ചത് ഫ്രാൻസ് ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ G7 രാഷ്ട്രങ്ങളിൽ ആദ്യമായി നിലപാടെടുക്കുന്ന രാജ്യമായി ഫ്രാൻസ് മാറി. തൊട്ടു പിന്നാലെ കാനഡയും ഈ നീക്കത്തെ പിന്തുണച്ചു. ഇപ്പോൾ ബ്രിട്ടനും ഈ വഴിയിലേക്ക് വന്നിരിക്കുകയാണ്. ലോകശക്തികൾ ഒന്നിനു പിന്നാലെ ഒന്നായി പാലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഇസ്രയേലിന് കിട്ടിയ ഒരു തിരിച്ചടിയാണ്. ബ്രിട്ടന്റെ ഈ പ്രഖ്യാപനം വന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമാണ്. സ്കോട്ട്ലൻഡിൽ വെച്ച് നടന്ന ഈ ചർച്ചയിൽ ട്രംപ് പറഞ്ഞത് ഞാനിതിൽ ഒരു നിലപാടെടുക്കുന്നില്ല എന്നും സ്റ്റാർമർക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാമെന്നുമാണ്. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഷോക്കാണ്. കാരണം അമേരിക്ക എപ്പോഴും ഇസ്രയേലിന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരനായിരുന്നു. പക്ഷെ ട്രംപിന്റെ ഈ നിഷ്പക്ഷ നിലപാട് ഇസ്രയേലിനെ ചതിക്കുന്നതിന് തുല്യമാണ്. ഇതിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രൂക്ഷമായാണ് പ്രതികരിച്ചത്. ബ്രിട്ടന്റെ ഈ നിലപാട് ഹമാസിനെ സഹായിക്കുന്നതും അവരുടെ ക്രൂരതയ്ക്കിരയായവരെ അപമാനിക്കുന്നതിനും തുല്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്രായേൽ നിലപാട് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയിട്ട് യുദ്ധം നിർത്തൂ എന്നായിരുന്നു. പക്ഷേ ലോകരാഷ്ട്രങ്ങളുടെ ഈ പുതിയ നീക്കങ്ങൾ നെതന്യാഹുവിനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ബ്രിട്ടന്റെ പ്രഖ്യാപനത്തിൽ ഹമാസിനോടുള്ള ഒരു കർക്കശ നിലപാടുമുണ്ട്. ഹമാസ് ഉടൻ തന്നെ ബന്ദികളെല്ലാം മോചിപ്പിക്കണമെന്നും ഗാസയുടെ ഭരണത്തിൽ അവർക്ക് ഒരു പങ്കും ഉണ്ടാകരുതെന്നുമാണ് സ്റ്റാർമർ ആവശ്യപ്പെട്ടത്. അതെത്രത്തോളം സാധിക്കുമെന്നുള്ളത് കണ്ടറിയണം. US, ഈജിപ്ത്, ഖത്തർ തുടങ്ങിയുള്ള രാജ്യങ്ങൾ വെടിനിർത്തലിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ ബ്രിട്ടൻ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഇസ്രയേലിനെ കൊണ്ട് ഇത്രയും നാളും ചുടുചോർ ഉണ്ണിച്ചിട്ട് അവസാനം അമേരിക്ക കൈമലർത്തിയതുപോലെയായി. ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ഒക്കെ ഈ നീക്കം ഇസ്രയേലിന് മാത്രമുള്ള ഒരു മുന്നറിയിപ്പല്ല. ഇത്രയും നാളും നാറ്റോ എന്ന പേരിൽ മറ്റു രാഷ്ട്രങ്ങളെയെല്ലാം അടക്കി നിർത്തിയിരുന്ന അമേരിക്കയ്ക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട സമയം വല്ലാതെ അങ്ങ് അതിക്രമിച്ചു കഴിഞ്ഞു. ഇത്രയും രാഷ്ട്രങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ USനും അതുപോലെ തന്നെ ഇസ്രയേലിനും ഉണ്ടാക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട.